CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MA ബേബി പാർട്ടിക്കുള്ളിൽ പ്രായോഗികവാദിയായ കമ്മ്യൂണിസ്റ്റായാണ് അറിയപ്പെടുന്നത്. പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത പുലർത്തുമ്പോഴും ലോകത്തെ മാറ്റങ്ങൾ പിന്തുടരുന്നതിലും അവ ഉൾക്കൊള്ളുന്നതിലും ബേബി മറ്റു പല നേതാക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത, പ്രായോഗിക സമീപനങ്ങൾ, സാംസ്കാരിക രംഗവുമായുള്ള അടുപ്പം, ആശയവ്യക്തതയും ഉറച്ച നിലപാടുകളും. MA ബേബി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയ സവിശേഷതകൾ ഇതൊക്കെയാണ്. CPIM-ന്റെ വ്യവസ്ഥാപിത ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ പുതിയ ആശയങ്ങളുമായി സംവദിക്കാൻ ബേബിക്ക് മടിയുണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും സമീപനങ്ങളിൽ കടുംപിടുത്തക്കാരനായിരുന്നില്ല MA ബേബി. പരന്ന വായനയും ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനുള്ള ത്വരയും ക്രിയാത്മകമായ സംവാദങ്ങൾക്കുള്ള സന്നദ്ധതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യത്യസ്തനായ ഒരു നേതാവാക്കി മാറ്റി. ഏപ്രിൽ 5 കൊല്ലം പ്രാക്കുളത്ത് അധ്യാപകനായിരുന്ന കുന്നത്ത് PM അലക്സാണ്ടറുടെയും ലില്ലിയുടെയും 8 മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച MA ബേബിയുടെ വിദ്യാഭ്യാസം പ്രാക്കുളം NSS ഹൈസ്കൂളിലും കൊല്ലം SN കോളേജിലുമായിരുന്നു. കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തിയ ബേബി SFI, DYFI എന്നീ സംഘടനകളിൽ സജീവമായിരുന്നു. 1975 SFIയുടെ സംസ്ഥാന പ്രസിഡന്റായ ബേബി 1979 സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചു. 1986 32-ാം വയസ്സിൽ രാജ്യസഭാംഗമായ ബേബി 1992-98 കാലയളവിലും രാജ്യസഭാംഗമായിരുന്നു. 1987 DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. 1989 CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും 1992 കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവുമായി. 2002 CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ MA ബേബി 2006-ലും 2011-ലും കുണ്ടറയിൽ നിന്ന് നിയമസഭാംഗമായി. 2006-2011 കാലയളവിൽ MA ബേബി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലയളവിൽ പാഠപുസ്തകത്തിലെ മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗം വിവാദമായതിന് പിന്നാലെ ക്രൈസ്തവ സഭയുമായി സ്വാശ്രയ കോളേജ് അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകൾക്കിടയാക്കി. MA ബേബി രണ്ടാം മുണ്ടശ്ശേരിയാകാൻ ശ്രമിക്കുകയാണെന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾ മതമേലധ്യക്ഷന്മാരുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി. വിഭാഗീയതയുടെ ഇരയായി പോളിറ്റ് ബ്യൂറോയിലെത്താൻ വൈകിയെങ്കിലും 2012 മുതൽ MA ബേബി PBയിലുണ്ട്. സാംസ്കാരിക നായകന്മാരെ പാർട്ടിയോട് അടുപ്പിക്കുന്നതിൽ നിർണായക സ്ഥാനം വഹിച്ചിട്ടുള്ള MA ബേബി മാനവീയം പരിപാടിയുടെ മുഖ്യ സംഘാടകനുമായിരുന്നു. സ്വരലയ എന്ന കലാസാംസ്കാരിക സംഘടന രൂപവൽക്കരിക്കുന്നതിൽ മുൻകൈയെടുത്ത MA ബേബി തന്നെയാണ് കൊച്ചി മുസ്രിസ് ബിനാലെ യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിലും പ്രധാന ഇടപെടലുകൾ നടത്തിയത്. പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി പോലെ പാർട്ടിക്കുള്ളിൽ സർവസമ്മത പ്രതിച്ഛായയില്ലെങ്കിലും പാർട്ടിക്കുള്ളിലെ സൈദ്ധാന്തികനും പ്രായോഗികവാദിയും ബുദ്ധിജീവിയുമെന്ന പ്രതിച്ഛായ ബേബിക്ക് സഹായകമാകാനാണ് സാധ്യത. റിസർച്ച് ഡെസ്ക് 24.